നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചാടിക്കേറി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. വെപ്രാളം പിടിച്ച് കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് നടത്തി. രാത്രിക്ക് രാത്രി ഹോട്ടൽ അടച്ചുപൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഹോട്ടൽ വളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇപ്പോൾ കൈയും കാലുമിട്ട് അടിക്കുകയാണ് SIT. തെളിവുകളുടെ അപര്യാപ്തത കാരണം ഈ കേസ് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. SITക്ക് വലിയ തലവേദനയായി ഇത് മാറാനുള്ള സാധ്യതയുണ്ടെന്നും കേസ് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് നിലവിലെ ചില നിരീക്ഷകരുടെ റിപ്പോർട്ട്. മാത്രവുമല്ല, മുൻ DYSPമാരും DGPമാരും ഒക്കെ തന്നെ ഈ നിരീക്ഷണത്തിലാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതാ സ്പീക്കർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് രാഹുൽ MLAയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതി പ്രവാഹങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നിയമസഭാ അംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരാതി തന്നാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യവും കൂടിയുണ്ട്. കപ്പിൽ അതിജീവിതയുടെ വാചകങ്ങൾ കൊത്തിവെച്ചതുകൊണ്ടോ അത് ഫോട്ടോ എടുത്ത് കാണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ടോ മാത്രം അതിജീവിതയോടൊപ്പം നിൽക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അതിജീവിതമാർക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA എന്ന പദവിയിൽ ഇരിക്കാൻ അർഹനല്ല എന്നതിൽ സംശയമില്ല. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സ്പീക്കർക്ക് പരാതി നൽകട്ടെ. വരും മണിക്കൂറിൽ ഒരുപക്ഷെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അത്തരം നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇത്രയും പരാതികൾ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ജനപിന്തുണയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ജനപിന്തുണ ഇപ്പോൾ ചിലർ ഭയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം 20-ാം തീയതി വീണ്ടും നിയമസഭ ആരംഭിക്കാനായിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ നിർണായകമായ നീക്കം എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. മാത്രവുമല്ല, മറ്റന്നാൾ 16-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്മേലുള്ള വാദങ്ങൾ തുടരും. ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തെളിവുകളില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇമെയിൽ വഴി പരാതി നൽകിയ പരാതിക്കാരി അതിനുശേഷം നേരിട്ട് കണ്ട SITയെ നേരിട്ട് കണ്ട പരാതി പറഞ്ഞിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. മാത്രവുമല്ല, ഇത് വീഡിയോഗ്രാഫ് ചെയ്തിട്ടുമില്ല എന്നുള്ളത് കൂടി ഇവിടെ നിർണായകമാണ്. എന്തായാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് രാഹുലിനെ അടൂരിലെ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുക്കാനുള്ള നീക്കം നടക്കാനിരിക്കെ താൻ ഏതായാലും വീട്ടിലേക്ക് വരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അന്വേഷിക്കാം, നിങ്ങൾ പോയി അന്വേഷിക്കൂ എന്നുള്ള നിലപാട് രാഹുൽ സ്വീകരിച്ചു. തന്നെ ഈ ഒരു നിലയിൽ അമ്മ കാണേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. എന്തായാലും രാഹുലിനെ കൊണ്ടുപോകാതെ 3ഓളം SIT ഉദ്യോഗസ്ഥന്മാർ രാഹുലിനെ അടൂരിലെ വീട്ടിലേക്ക് എത്തി. അമ്മയും മറ്റു ബന്ധുക്കളും തടഞ്ഞില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അന്വേഷിക്കാമെന്ന് പറഞ്ഞ് വഴിമാറി നിന്നു. ചിലർ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് തടയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞിരുന്നു. എന്തിനു തടയണം? മകനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്നുള്ള മട്ടിലാണ് അമ്മ പ്രതികരിച്ചത്. എന്തായാലും തെളിവുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. രാഹുൽ തെളിവുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ച് ഗാഡ്ഗറ്റ്സ് ഒന്നും തന്നെ, പ്രത്യേകിച്ച് ലാപ്ടോപ്പ്, അതുപോലെയുള്ള മറ്റ് മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റുകൾ ഇവയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇവയെല്ലാം നേരത്തെ തന്നെ രാഹുൽ മാറ്റിയിട്ടുണ്ടാകാം എന്നും പോലീസ് പറയുന്നുണ്ട്. ലാപ്ടോപ്പ് താൻ തരില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. ലാപ്ടോപ്പുമായുള്ള ചോദ്യത്തിന് ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തുന്നില്ല. ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി ഒരു പ്രതി തരണമെന്ന് ആർക്കും നിർബന്ധമില്ല. പോലീസ് വേണം അത് കണ്ടെത്തേണ്ട ഒരു ചുമതലയുള്ളത്. എന്തായാലും ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘവുമായുള്ള നിസ്സഹകരണം തുടരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പിടിച്ചെടുത്ത ഫോണുകളുടെ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറാകുന്നില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് വിവരം. രാഹുലിന്റെ 2 ഫോണുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഒന്ന് ആദ്യ ദിവസം പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാത്രി കസ്റ്റഡിയിൽ എടുക്കുകയും രാഹുലിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സാംസങ് ഫ്ലിപ്പ് ഫോണാണ്. പിന്നീട് രാഹുലിനെ അറസ്റ്റ് ചെയ്ത ശേഷം അന്വേഷണ സംഘം വീണ്ടും പാലക്കാട്ടെ ഈ ഹോട്ടൽ മുറിയിൽ എത്തിയപ്പോൾ നടത്തിയ പരിശോധനയിൽ ഒരു iPhone കൂടി ലഭിച്ചിരുന്നു. രാഹുൽ താമസിച്ചിരുന്ന 2002-ാം നമ്പർ മുറിയിൽ ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പേഴ്സണൽ ഫോണുകളിൽ ഒന്ന് കണ്ടെത്തിയത്. പക്ഷേ ഈ ഫോണുകളുടെ ലോക്ക് പാറ്റേണും പാസ്വേഡും നൽകാൻ ഇതുവരെ രാഹുൽ തയ്യാറായിട്ടും രാഹുലിനെതിരെ കൃത്യമായ ഒരു തെളിവുകളും ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ്
പോലീസ് തെളിവെടുപ്പ് തുടരുന്നത്. MLAയുടെ ലാപ്ടോപ്പ് അടക്കം കണ്ടെത്താൻ വ്യാപക പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തുന്നത് എങ്കിലും ഇവയൊന്നും കൃത്യമായൊരിടത്തും ചെന്നെത്താത്ത സാഹചര്യമാണ് ഉള്ളത്. രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിർണായക വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് SITയുടെ നിഗമനം. ലാപ്ടോപ്പ് കണ്ടെത്തുന്നതിനായി രാഹുലിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. 10 മിനിറ്റോളം നേരമാണ് സംഘം വീട്ടിൽ തുടർന്നത്. പരിശോധനാ സമയത്ത് രാഹുലിനെ കൊണ്ടുപോയിരുന്നില്ല. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകൾ കണ്ടെത്താനായില്ല എന്നാണ് വിവരം. രാഹുലിനെ പരിശോധനയ്ക്കായി എത്തിച്ചിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പ്രത്യേക അന്വേഷണ സംഘം ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചത്. രാഹുൽ തങ്ങിയ 408 നമ്പർ മുറിയിലടക്കം പരിശോധന നടന്നു. ഇവിടെ തെളിവെടുപ്പ് മണിക്കൂറുകൾ നീണ്ടു. ആദ്യ അന്വേഷണത്തോട് നിസ്സഹകരണം കാട്ടിയ രാഹുൽ പിന്നീട് ഹോട്ടലിലെത്തിയ കാര്യം സമ്മതിച്ചു. യുവതിയുമായി സംസാരിക്കാനാണ് ഹോട്ടലിൽ എത്തിയതെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. എന്നാൽ പീഡിപ്പിച്ചുവെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അതേസമയം രാഹുലിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി എടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയിൽ ഉൾപ്പെടെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നലെ SP പൂങ്കുഴലി അതിജീവിതയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് വിദേശത്തുള്ള യുവതി നൽകിയ പരാതിയായിരുന്നു. അതേസമയം പിടിച്ചെടുത്ത ഫോണുകളുടെ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറാകാത്തത് അത് SITക്ക് വലിയ കുഴപ്പമായി മാറുന്നുണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ രാഹുലിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സാംസങ് ഫ്ലിപ്പ് ഫോണാണ് ഇപ്പോൾ കയ്യിലുള്ളത്. പിന്നീട് രാഹുലിനെ അറസ്റ്റ് ചെയ്ത ശേഷം അന്വേഷണ സംഘം വീണ്ടും പാലക്കാട്ടെ ഈ മുറിയിൽ എത്തിയപ്പോഴാണ് നടത്തിയ പരിശോധനയാണ് ഒരു ഐഫോൺ കൂടി ലഭിച്ചത്. രാഹുൽ താമസിച്ചിരുന്ന 2002 നമ്പർ മുറിയിൽ ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പേഴ്സണൽ ഫോണുകളിൽ ഒന്ന് കണ്ടെത്തിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പലരും പറയുന്നത് മാങ്കൂട്ടത്തെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ആ അറസ്റ്റ് ഏതായാലും പോലീസിന് തന്നെ തലവേദനയായി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. പോലീസിനെ വെള്ളം കുടിപ്പിച്ച മാങ്കൂട്ടത്തിൽ എന്തായാലും കളിക്കുന്ന കളി കളിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചിലരുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് നീതി എവിടെ? ഇത് എല്ലാം രാഷ്ട്രീയ പകയല്ലേ സർ? നീതി എവിടെ? പാവം ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്താണ് ഒന്ന് നീതി വാങ്ങിക്കൊടുക്ക് എന്ന് പലരും പറയുന്നുണ്ട്. പോലീസിന് സമ്മർദ്ദം ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ വാദങ്ങൾ കോടതി കേട്ടിട്ടും എന്തിനാണ് കസ്റ്റഡിയിൽ വിട്ടത്? അടിമുടി ദുരൂഹതയുണ്ട് എന്നാണ്. അന്നേരം ഇതെല്ലാം അനുവദിച്ച ജഡ്ജിയോ അതായത് കസ്റ്റഡിയിൽ വിട്ടല്ലോ എന്നുള്ളതാണ്. രാഹുലിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കോടതി എന്തിന് കസ്റ്റഡിയിൽ വിടാതിരിക്കണം എന്നുള്ളതാണ്. രാഹുലുമായി ബന്ധപ്പെട്ട വിവാദം അത് ആ വ്യക്തിയുടെ കാര്യമാണ്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ നാടിന്റെ വികസനം നമ്മൾ മറക്കരുത്. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ പെൻഷൻ മുടങ്ങുന്നതും വിലകയറ്റവും സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. ഒരു വ്യക്തിയെ നോക്കിയല്ല നമ്മുടെ വീടിന്റെ പട്ടിണി മാറ്റാൻ ആര് വരണമെന്ന് ആലോചിച്ച് വോട്ട് ചെയ്യണം. ആദ്യമായാണ് ഒരാൾ നേരെ നോക്കി എടാ വിജയ എന്ന് വിളിക്കുന്നത്. അതിനുള്ള ധൈര്യം ഇനി ആർക്കും ഉണ്ടാവരുത്. അതിന് ഏത് വഴിയും ഞാൻ സ്വീകരിക്കും. എന്റെ സാറേ, ഈ കേസ് നോക്കിയാൽ ഏത് മണ്ടനും മനസ്സിലാവും ഇത് രാഹുലിനെ കരിവാരി തേക്കാനും സ്വർണ്ണക്കൊള്ളയും ജട്ടിമോഷണവും മറയ്ക്കാനുള്ള LKG സെന്ററിൽ രൂപപ്പെട്ട തിരക്കഥയാണ് എന്നുള്ളതാണ്. ചുംബന സമരവും ആർത്തവ സമരവും നടത്തിയ നമ്മൾ ഇന്ന് പരസ്പരം ധാരണയോടെ ചെയ്ത ഒരു സെക്സിന് കേസെടുത്ത് തുറങ്കലിൽ അടയ്ക്കുന്നു. ഇതാണോ നമ്മൾ സ്വപ്നം കണ്ട നവോത്ഥാനം? നമ്മൾ പോയത് മുന്നോട്ടോ പിന്നോട്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മുമ്പും പിമ്പും ആലോചിക്കാതെ തിടുക്കം കാണിച്ചു. സാർ ഒരു കാര്യം പറഞ്ഞത് എന്റെ മനസ്സിലും തോന്നിയതാണ്. ഇമെയിൽ വഴി പരാതി കൊടുത്താൽ കൊടുത്ത ആൾ കോടതിയിൽ നേരിട്ട് ഹാജരാക്കണം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടായ സംശയമാണ്. എന്തായാലും ആ സംശയം ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നത് അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു കമന്റ് കോടതി പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള എന്തായാലും 16-ാം തീയതി കോടതി ഇത് വീണ്ടും ചേരുമ്പോൾ കോടതി നിർണായകമായ തീരുമാനം എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും തിടുക്കപ്പെട്ട് പോലീസ് ഈ ഒരു അറസ്റ്റ് ചെയ്തോ എന്നുള്ള സംശയമുണ്ട്. ഇനി അത് SITക്ക് തന്നെ കുരുക്കായി തിരിച്ച് SITയുടെ തലയിൽ ഒരു വാളായത് മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.